പറയുന്ന കേക്ക്. ഇതാ പാറു, ഈ ഷർട്ട് ഇട. ഈ ഷർട്ട് ഇടാൻ വേണ്ട പ്രിയൻ ചേട്ടാ, തൽക്കാലം ഇട. രാവിലെ മോഹം വരുമ്പോ പുതിയൊരു ദാവണി വാങ്ങിപ്പിക്കാം. അതുവരെ ഇതിട്. പാറു പിടിക്ക്. ഷർട്ട് ഇട്ട് കഴിഞ്ഞോ? പാറു സോറി, ഞാൻ കാരണമല്ലേ പാറുവിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. പ്രിയൻചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാനൊരു ശ്രദ്ധയില്ലാതെ ഉറങ്ങിയതുകൊണ്ട് പറ്റിയതല്ലേ? പ്രിയൻചേട്ടാ എന്തേ കാണിക്കുന്നേ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? പ്രിയൻചേട്ടൻ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ഒരാപത്തിനും പ്രിയൻചേട്ടൻ എന്നെ വിട്ടുകൊടുക്കില്ലല്ലോ. ഇതൊക്കെ ചിലപ്പോ ദൈവത്തിന്റെ തീരുമാനങ്ങളായിരിക്കും. ഈ രാത്രി നമ്മളിങ്ങനെ ഗോഡൌണിൽ കുടുങ്ങിപ്പോണെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. ദൈവത്തിന്റെ തീരുമാനം നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ശരി, പറഞ്ഞോട്ടിരിക്കെ. ഇനി മെഴുകുതിരി വേണ്ട, റിസ്ക. പാറു കിടന്നോ, പേടിക്കണ്ട. ഞാൻ ഉറങ്ങാതെ കാവലിരുന്നോളാം. கை கோர்த்து நடப்போட நானும் வேறென்ன வேணும்? நீ மட்டும் போதும். தாங்காத பாரம் நான் தாங்கும் போதும் என தாங்கும் தூணாக நீ தானடி. யார் வந்த போதும் யார் போன போதும் நீ மட்டும் என விட்டு நீங்காதடி. കൈലാഷ് എന്താ ഇത്? കൈലാഷ് എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നേ? സ്പീഡ് കുറയ്ക്ക് കൈലാഷ്. പറയുന്നത് കേട്ടില്ലേ? സ്പീഡിൽ പോയി എന്തെങ്കിലും അപകടം ഉണ്ടാവും. സ്പീഡ് കുറയ്ക്ക് കൈലാഷ്. നീ ഒന്ന് മിണ്ടായിരിക്കും മുക്ത. നാളേക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഒരു വണ്ടി വരുന്നു. നീ എന്ത് പരവാടി വരുന്നത്? അത് ഞാൻ അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ ടെൻഷനില്ല. നിന്റെ വരവ് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. സോറിടാ. നിന്റെ ഏതോ ഫ്രണ്ടിന്റെ സഹായത്തോടെ പാർവതിയും പ്രിയനെയും കണ്ടുപിടിക്കാമെന്ന് നീ പറഞ്ഞില്ലേ? ഫ്രണ്ടിനോട് സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട്? എടാ അത് പറയാൻ വേണ്ടി ഞാൻ നേരിട്ട് അങ്ങോട്ട് വരുമായിരുന്നു.